ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിനകത്താണ്. എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ ആലപ്പുഴ ബസ് സ്റ്റാൻഡും പരിസരവും മനസ്സിലായി കാണും അല്ലേ? ഇവിടെ നിന്ന് നമ്മുടെ ബോട്ട് ജെട്ടിയിലേക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. ഏകദേശം KSRTC സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബോട്ട് ജെട്ടിയിലേക്ക്. പഴയ ബോട്ട് ജെട്ടിയിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്ന കാരണം തൊട്ട് മുമ്പിലായിട്ട് ഒരു 500 മീറ്റർ മുമ്പിലായിട്ടാണ് പുതിയ ബോട്ട് ജെട്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മുടെ സർക്കാർ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടിൽ ഇന്ന് നമ്മൾ കുട്ടനാടിൻ്റെ ഗ്രാമീണ ഭംഗി ഏറെ ആസ്വദിച്ച് ഒരു യാത്ര നടത്താനായിട്ട് പോവുകയാണ്. 11:30 ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന ഒരു ബോട്ടുണ്ട്. അത് കിട്ടിയാൽ അതിന് പോകണം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഏതാണോ ബോട്ട് വരുന്നത് അതിന് പോകണം. കുട്ടനാടിൻ്റെ ഗ്രാമീണ ഭംഗി ഏറെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോഴെങ്ങനെ പോയി വന്നാലോ? അങ്ങനെ നടന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഗവൺമെൻറ് ബോട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ സ്റ്റേഷനാണ് ഇതെന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ വണ്ടിയല്ല, ബോട്ട് കിടപ്പുണ്ട്. ഇത് ബോട്ട് ജെട്ടി തന്നെയാണ് കേട്ടോ. കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ലെന്നേ ഉള്ളൂ. നമ്മൾ കയറാൻ വന്ന ബോട്ട് എടുത്ത് കേട്ടോ. ആലപ്പുഴ കോട്ടയം നല്ല തിരക്കാണ് അതിനകത്ത്. ഈ ബോട്ട് ആലപ്പുഴ വേണാട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മൾ ആ കോട്ടയം ജസ്റ്റ് മിസ്സായിപ്പോയി വന്നപ്പോഴത്തേക്കിനും എടുത്ത്. എന്തായാലും ബോട്ട് പോയി. ഇവിടെ വേറെ ഒരു കൈനഗിരിക്ക് പോകാനുള്ള ബോട്ട് കിടപ്പണം. നമുക്ക് അവിടെ നിന്നിട്ട് ബ്രിഡ്ജ് നിന്നിട്ട് കാഴ്ചകൾ കാണാം. നല്ല കളർഫുള്ളായിട്ടൊക്കെ ദൂരെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന തൂണുകളൊക്കെ, പക്ഷേ എല്ലാം പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണ്. കയറാനുള്ള സ്റ്റെപ്പുകളൊക്കെ തന്നെ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് വ്യൂ ഉണ്ടോ, നൈസായിട്ടുണ്ടല്ലേ. കോട്ടയത്തിന് 11:30 ഒരു ബോട്ടുണ്ട്. അതിന് പോകാനായിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേനും ആ ബോട്ട് പോയി. ഇതുണ്ടോ, ചെറിയ ശിഖാര വള്ളങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഇന്ന് ഹോളിഡേ സൺഡേ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കിക്കേ, വള്ളങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടോ സൈഡിൽ. നല്ല ഭംഗിയായിട്ട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വെച്ചാൽ മതി, വള്ളത്തിലോട്ട് ഇറങ്ങണം. പക്ഷേ ഇച്ചിരി ലേറ്റായി പോയി. അല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് പോവാൻ നോക്കട്ടെ. ഇനി അടുത്ത ബോട്ട് ഏതാണോ വരുന്നത്, കൈനഗിരിയോ പുളിങ്കുന്നോ ഒക്കെ നോക്കാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞൊക്കെയാണ്. പക്ഷെ സമയ വിവരങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. അല്ലാതെ ബോട്ടിൻ്റെ സമയം കൂടെ നമുക്ക് നോക്കാമായിരുന്നു. ചെറിയ ചെറിയ ശിഖാര വള്ളങ്ങളൊക്കെ പോകുന്നുണ്ടോ. ഇതിനകത്തൊക്കെ അന്യായ റേറ്റാണ് കേട്ടോ. നമ്മുടെ സർക്കാർ ബോട്ടിലൊക്കെ വരികയാണെങ്കിലുണ്ടല്ലോ അത്യാവശ്യം ചിലവ് ചുരുക്കി നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോഴേ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് ഇനിയും കയറാനുണ്ട്. സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രണ്ട് സൈഡും നല്ല വ്യൂ ആണ് കേട്ടോ. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്ധ്യയ്ക്കൊക്കെ വന്ന് നിൽക്കണം, നല്ല ഭംഗി അറിയത്തുള്ളൂ അല്ലേ. ശിഖാര ബോട്ടുകളും മറ്റു ബോട്ടുകളും ഒക്കെ ഇതുവഴി ഇങ്ങനെ താഴോട്ട് പോകും. അപ്പുറം എവിടെയായിരുന്നു ബോട്ട് ജെട്ടി, അവിടെ പണി നടക്കുന്നതിനാൽ ഇപ്പോൾ ഇവിടെയാണ് ബോട്ട് ജെട്ടി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാണുന്നത് വള്ളങ്ങളൊക്കെ പോകുന്നുണ്ടോ. ഇതിൻ്റെ ഈ ബോട്ട് ഇവിടുന്ന് എടുക്കുകയാണ് കേട്ടോ. റിവേഴ്സ് എടുക്കുകയാണ്. ആലപ്പുഴ നെടുമുടി അതുപോലെ തന്നെ നെടുമുടി 2 ബോട്ടുകളാണ് ഈ വന്ന് കിടക്കുന്നത് കേട്ടോ. ആളെ ഇറക്കുവാന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ വരും, അത് നോക്കാം നമുക്ക്. 2 നെടുമുടിക്കുള്ള ബോട്ടാണല്ലോ. അങ്ങനെ ഈ ബോട്ട് ഇവിടെ നിന്നൊരു ബോണക്കാട് അല്ലേ. ആ ഫ്രണ്ടിൽ ഇരുന്ന് ഓടിക്കുന്ന ആൾ ഫ്രാങ്ക് എന്നും ഇവർ രണ്ടുപേരെ ലാസ്കർമാരും അതുപോലെ തന്നെ ഡ്രൈവർ എന്നുമാണ് ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ആളിനെ അറിയപ്പെടുന്നുണ്ട്. A84 ബോട്ട് പോയി. പിന്നെ അതുപോലെ തന്നെ മാസ്റ്റർ ഉണ്ട്. ടിക്കറ്റ് കൊടുക്കുന്ന ആൾ മാസ്റ്റർ എന്ന് അറിയപ്പെടും. അങ്ങനെ ആ ബോട്ട് പോയി. ഇനി അടുത്ത ബോട്ട് വരട്ടെ. ഈ ബോട്ടെ ബോർഡൊന്നുമില്ല. ഈ ബോട്ട് കൈനഗിരിക്ക് പോകുന്നതാണ് അറിയാൻ സാധിച്ചത്. ഈ വരുന്നത് തടി കൊണ്ടുള്ള ബോട്ടാണ് കേട്ടോ. ഇത് സൂപ്പർ എക്സ്പ്രസ് കാറ്റഗറി വരുന്ന ബോട്ടാണ് കണ്ട. ചുമല ഇതിൽ എഴുതിയിട്ടുണ്ട് സൂപ്പർ എക്സ്പ്രസ് എന്ന്. ഇതിപ്പം മുളയ്ക്കാൻ പോവാണ്.
ഈ ബെല്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വണ്ടി നിയന്ത്രിക്കുന്നത്, ഗിയർ മാറുന്നത്, റിവേഴ്സ് ഇടുന്നത് ഒക്കെ. ഇതിൻ്റെ മുള ഉപയോഗിച്ച് വണ്ടി വളയ്ക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പോകാം. തട്ടായിരിക്കാൻ വേണ്ടിയിട്ട് തള്ളി പിടിക്കുക. ഇനി ഇദ്ദേഹമുണ്ടല്ലോ വണ്ടി തിരിക്കും. വള്ളമല്ലല്ലോ, ബോട്ട്. ഈ ബോട്ട് തിരിക്കും. ഇച്ചിരി പാടാണ് കേട്ടോ. ഞാൻ വിചാരിച്ച് റോഡിൽ കൂടെ ഓടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അല്ലേ വെള്ളത്തിൽ കൂടെ ഓടിക്കുന്ന പരിപാടിയാണ്. പക്ഷെ തിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഇരുമ്പിൻ്റെ ബോട്ടാണ് കേട്ടോ. ഇത് വലുതാണ്, ഇച്ചിരി കൂടെ വലിയ ബോട്ടാണിത്. ഇത് നീളമുണ്ട്, നല്ല നീളമുണ്ട് ഇതിന്. സൂപ്പർ എക്സ്പ്രസ് ആണ്, നെടുമുടിക്കുള്ള എക്സ്പ്രസ്. നമ്മളിന്ന് ഇവനിലാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ബോട്ട് തിരിച്ചിരിക്കുകയാണ്. A47 47 എന്നാണ് ഇതിൻ്റെ ഒരു നമ്പർ പുറകെ വരുന്നത്. സമയം ഏകദേശം 12 മണിയോട് അടുത്തിട്ടുണ്ട്. അങ്ങനെ ബോട്ട് തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ബോട്ട് ജെട്ടിയുടെ അടുത്തായിട്ട് തന്നെയാണ് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് ഉള്ളത്. അതെ, കാണുന്ന ഓഫീസാണ് കേട്ടോ. അങ്ങനെ ബോട്ട് തിരിഞ്ഞു വന്നു. പഴയ ബോട്ടാണ്. നമുക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് ബോട്ട് ജെട്ടിയോട് അടുപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ബോട്ട് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തിയിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. അവിടെ തട്ട് കണ്ടോ, അതിനോട് കറക്റ്റ് ലെവൽ ചെയ്തിട്ട് ഇവർ നിർത്തും. അതിനുശേഷം കെട്ടി നിർത്തും. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കയറാനായിട്ട് സാധിക്കും. നെടുമുടി, ആലപ്പുഴ, ആയിരവേലി, കൈനഗിരി റോഡ്, കന്നിട്ട എന്നീ സ്ഥലങ്ങളിലാണ് നമ്മുടെ ഈ ബോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ടെന്ന് പറയുന്നത്. ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഈ ബോട്ട് നെടുമുടിക്കാണ്. ഇത് ഏകദേശം 12:30 ആയെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. ഇതാണ് ബോട്ടിൻ്റെ ഉൾവശം. നമുക്ക് ബോട്ടൊന്ന് ചുറ്റി നടന്ന് കാണാം. ദേ ഇവിടെയായിട്ടാണ് ബോട്ട് നിയന്ത്രിക്കുന്ന സ്രാങ്ക് ഇരിക്കുന്നത്. ഡ്രൈവർ, നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന ഡ്രൈവർ എന്നിട്ടാണ്. ഇത് സ്രാങ്ക് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇരിക്കുന്നത് ഇവിടെയായിട്ടാണ് കേട്ടോ. പാസഞ്ചർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 97 പേരാണ് കേട്ടോ. കേരള പോലീസിൻ്റെ അടിയന്തര സഹായത്തിനായി വിളിക്കുന്ന നമ്പറും പുകവലി പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സുരക്ഷാ ജാക്കറ്റുകൾ ധരിക്കേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഇതൊക്കെയാണ് സുരക്ഷാ ജാക്കറ്റുകൾ. സീറ്റൊക്കെ നമ്മുടെ ഓർഡിനറി ബസ്സിലെ പോലെ, പക്ഷെ അത്രയില്ല, അതിലും ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പമ്പ് ഉണ്ട്. ഈ പമ്പിൽ നിന്ന് മുമ്പേ വെള്ളം കളയുന്നതാണ് നമ്മൾ കണ്ടില്ലായിരുന്നു വെളിയുന്നത്. ഇങ്ങനെ അടിച്ച് എനിക്കൊന്ന് ഇതിനകത്ത് വരുന്ന ഈ എൻജിൻ്റെ റൂമിനകത്ത് വരുന്ന വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. സെറ്റപ്പ് എൻജിനൊന്നുമാണ്, തടിയാണ് കേട്ടോ ഫുള്ള്. നല്ല ഇതാണ് എൻജിൻ കേട്ടോ. എൻജിൻ റൂമാണ് ഈ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടൊരു ബോട്ട് റിവ്യൂ ചെയ്യുന്നത്. ബോട്ടെന്നല്ല, വണ്ടിയാണ്. ഇതാണ് ലൈലാൻഡിൻ്റെ എഞ്ചിനാണ് കേട്ടോ. ലൈലാൻഡിൻ്റെ എഞ്ചിനാണ്. ഒരു സർക്കാർ ബോട്ട് ഓൺ അടിച്ച് പോകുന്നതിൻ്റെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. എഞ്ചിൻ കണ്ടോ, എന്തോ വലിയ എഞ്ചിനാണ്. അശോക് ലൈലാൻഡിൻ്റെ H സീരീസ് എഞ്ചിനാണ് കേട്ടോ. എന്ത് വലിയ എഞ്ചിനാണ്. ഇവിടെ കിടക്കുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഇതാണെന്ന് തോന്നുന്നു ആ പമ്പ് വഴി അവർ സക്ക് ചെയ്ത് കളയുന്നത്. ഇത് പോക്കുഴലാണ് കേട്ടോ. ഈ പോകുന്നത് പോക്കുഴലാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം എന്ത് വലിയ എഞ്ചിനാണെന്ന് നോക്കിയേ. ഹെവി സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ഗിയർ ലിവറും ഷിഫ്റ്റിങ്ങും ഒക്കെയാണ് അവിടെ. ഇദ്ദേഹമാണ് ഇവിടുന്ന് ഗിയറൊക്കെ മാറുന്ന ഡ്രൈവർ എന്ന് പറയുന്നത്. കുറേ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മണി അടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലെങ്ങാണ്ടാണ് ഈ ഗിയറൊക്കെ മാറുകയൊക്കെ ചെയ്യുന്നത്. ഇതാണ് ബാക്ക് സൈഡ് കേട്ടോ. ഇവിടെ ബാക്കിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സുരക്ഷ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പഴയൊരു ടോയ്ലറ്റ് മാതിരിയുള്ള സംവിധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കയറിയൊക്കെ നിൽക്കാനായിട്ട് പറ്റും. അല്ല, ഇതാണ് ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന ബോട്ടിൻ്റെ. മേളിലെല്ലാം തന്നെ നമ്മുടെ പഴയ ഷീറ്റില്ലേ, ടിൻ ഷീറ്റ്, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ഇതിലാണ് നമ്മളുടെ യാത്ര. നെടുമുടിക്ക് ഈ ബോട്ട് ഉണ്ടോ, ഈ ബോട്ടിൻ്റെ ഉണ്ടല്ലോ സ്രാങ്ക് ഇരിക്കുന്നത് മുകളിലായിട്ടാണ് കണ്ടോ. താഴെ നമ്മുടെ ബോട്ടിൻ്റെ അതേ ഫ്രണ്ടിലായിട്ടാണ് സ്രാങ്ക് ഇരിക്കുന്നത്. ഈ ബോട്ടിൻ്റെ മുകളിലായിട്ട്. അങ്ങനെ വ്യത്യസ്തമാണ് ഓരോ ബോട്ടും. കൊള്ളാം, ഭംഗിയുണ്ടല്ലേ, കാണാൻ തന്നെ ഒരു ലുക്കുണ്ട് ഇതിന്. ഇത് നല്ലതാണ്, അത്യാവശ്യം നല്ലതാണ്. നമ്മൾ മുമ്പേ കണ്ടില്ലായിരുന്നോ? അതെ, നമ്മുടെ ബോട്ടിൻ്റെ എൻജിന് അവിടെ ഓണാക്കി കേട്ടോ. നല്ല ആളായി, അത്യാവശ്യം നല്ല ആളായി, തിരക്കായി. ഇപ്പം എടുക്കും. ഏകദേശം ഇപ്പം 12:30 അടുത്തിട്ടുള്ളൂ. 12:30ക്കാണ് എടുക്കുമെന്ന് പറഞ്ഞത്. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബോട്ട് എടുത്തിരിക്കുകയാണ്. സ്രാങ്കാണ് ഡ്രൈവർ. ശരിക്കും പറഞ്ഞാൽ ബോട്ടിൽ അങ്ങനെയാണ് കേട്ടോ. ഈ വണ്ടി ബോട്ട് നിയന്ത്രിക്കുന്ന ആൾ സ്രാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ മുന്നേ കണ്ടില്ലേ, ആ ബോട്ട് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കൈനഗിരിക്കാണ്. ആ ബോട്ട് ഇരുമ്പിൻ്റെ ബോട്ടാണ് കേട്ടോ. ഇത് വുഡാണ് ഫുള്ള്. അങ്ങനെ നമ്മുടെ ബോട്ട് വിട്ടിരിക്കുകയാണ്. നമ്മുടെ സ്രാങ്കാണ് കേട്ടോ ഇത് മാസ്റ്റർ, ബോട്ട് മാസ്റ്ററാണ് ടിക്കറ്റ് തരുന്നത്. പുന്നമടക്കായലിൽ വള്ളംകളി നടക്കുന്നതായിട്ട് ഇവിടെയാണ് കേട്ടോ. നമ്മളിപ്പം പോകുന്നത് പുന്നമടക്കായലിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് നെടുമുടിക്കാണ് ടിക്കറ്റ് എടുത്തത്. പൊന്മുടിയിൽ നിന്നാണ് വായി വരുന്നത്. നെടുമുടിക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഒരാൾക്ക് 19 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ ടോട്ടൽ 2 പേർക്ക് 38 രൂപയാണ് നമുക്ക് ടിക്കറ്റ് അയക്കുന്നത്. നല്ല അന്തരീക്ഷമാണ് കേട്ടോ. നല്ല ചൂടൊക്കെ കുറഞ്ഞ് ഇത് സ്പീഡ് ബോട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്ന സ്പീഡ് ബോട്ടാണ്. ചൂടൊക്കെ കുറഞ്ഞിട്ട് നല്ല കാലാവസ്ഥയാണ് നമുക്ക്. ഈ സൈഡിലെല്ലാം ഹൗസ് ബോട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഹൗസ് ബോട്ട് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസുകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് പുന്നമടക്കായലിലൂടെയാണ്. നെഹ്റു ട്രോഫി ബോട്ട് ജെട്ടി. ഫസ്റ്റ് നമ്മൾ വന്ന ബോട്ട് ജെട്ടിയാണ് നെഹ്റു ട്രോഫി ബോട്ട് ജെട്ടി. ഇവിടുന്ന് പോവാണ്. വലിയ വലിയ ഹൗസ് ബോട്ടുകളൊക്കെ തന്നെ നമുക്ക് കാണാം കേട്ടോ. അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെയൊക്കെ പോകുന്നത്. സ്രാങ്ക് ഇരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള നമ്മൾ നിന്ന് കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. ഈ സ്റ്റീറിങ് വലത്തോട്ട് തിരിക്കുന്നതാണ് വലത്തോട്ടും, ഇടത്തോട്ട് തിരിക്കുന്നതാണ് ബോട്ട് ഇടത്തോട്ടും ഒക്കെ പോകുന്നത്. നമ്മുടെ വണ്ടി വാഹനങ്ങളൊക്കെ കാറൊക്കെ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെയും സ്റ്റീറിങ് വരുന്നത്. നോക്കിക്കേ. എന്നിരുന്നാലും ഇതിൻ്റെ ആകൃതിയില്ല, സ്റ്റീറിങ്ങിൻ്റെ ആകൃതിയിൽ ഡിസൈനിലും വ്യത്യാസമുണ്ട് കാറിൽ നിന്നൊക്കെ അപേക്ഷിച്ച്. അങ്ങനെ അത് സംഭവിച്ചു. മഴ തീരത്തൊക്കെ വീടുകളൊക്കെ ധാരാളമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്? ബോട്ടിനെ ആശ്രയിച്ച് തന്നെ ആയിരിക്കും വരുന്നത്. പുഞ്ചിരി ബോട്ട് ജെട്ടി. അവിടെ ഒരു ഗുരുദേവ ക്ഷേത്രമുണ്ട് കേട്ടോ. നമ്മുടെ ബോട്ടിൽ ഇത്രയും ആൾക്കാരുണ്ട്. ഇവിടെ ഇറങ്ങാനും ആളുണ്ട് കേട്ടോ. ബോട്ടിലേക്കാണ് ഇറങ്ങി അതുപോലെ തന്നെ തിരിച്ചു പോകും. ബോട്ട് ആടുന്നുണ്ടോ? ഈ ബോട്ട് വന്നതിൻ്റെ ഇതിൽ ആടുന്ന കേട്ടോ. അത് ആ ബോട്ട് ആടുന്നുണ്ടോ? വള്ളം മറിക്കാൻ വന്ന മഴയായി. ഞാൻ പ്രതീക്ഷിച്ചില്ല മഴ കിട്ടുമെന്ന്. എല്ലാ വീട്ടിലും വള്ളമുണ്ട് കണ്ടോ. വള്ളമൊക്കെ ഇട്ടേക്കുന്നുണ്ടോ? വള്ളമൊക്കെ വീടിന് മുമ്പിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എല്ലാ വീട്ടിലും ഇവരൊക്കെ കൂടുതലായിട്ടും ബോട്ടിനെ ആയിരിക്കും, വള്ളത്തെയൊക്കെ തന്നെ ആയിരിക്കും ആശ്രയിക്കുന്നത്. ഈ ഇതുവഴിയൊന്നും വരാനുള്ള വഴികളൊന്നുമില്ല, തുരുത്ത് പോലൊക്കെ തന്നെ. ഈ
ധാരാളം ഹൗസ് ബോട്ടുകളാണ് കേട്ടോ ഇതിനകത്തുള്ളത്. നമ്മളിപ്പോൾ ഒരു തോടിനകത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല കറക്റ്റായിട്ട്. പക്ഷേ ഇവിടെ കൂടുതലും ഹൗസ് ബോട്ടുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും അധികം ഹൗസ് ബോട്ടുകൾ നമ്മുടെ കുട്ടനാട്ടിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല. രണ്ട് സൈഡിലും ഹൗസ് ബോട്ടുകളാണ്. അതേ നോക്കിയിട്ട് ആ സൈഡിലും ഹൗസ് ബോട്ടുണ്ട്. വലിയൊരെണ്ണമാണ് ഈ പോകുന്നത്. അത്യാവശ്യം വലുത് തന്നെയാണ്. വീണ്ടും ബോട്ട് ജെട്ടിയിലേക്ക് അടുത്തിരിക്കുകയാണ്. ബോട്ട് ഹൗസ് അല്ല കേട്ടോ, ബോട്ട് ജെട്ടി എന്നാണ്. മഹാത്മാ ബോട്ട് ജെട്ടിയാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഹൗസ് ബോട്ട് പണിയാണ് കേട്ടോ. ഭീമാകാരനായ ഒരു ഹൗസ് ബോട്ട്. ഇത് അടുക്കുന്നത് കാണിക്കാൻ. ഇത് അടുക്കുന്ന ലാസ്കർ എന്ന് പറയുന്ന ഇവർ അവിടെ ഇറങ്ങിയിട്ട് വാട്ടർ അവിടെ കെട്ടും. കെട്ടി കണ്ടോ, കെട്ടി ഫിറ്റാക്കിയതിന് ശേഷം മാത്രമേ ആളുകൾ കയറത്തുള്ളൂ. എന്തോ വലിയ ബോട്ടാണ്. അവിടെ ആള് കയറാനില്ലായിരുന്നു. കയറാനുണ്ടായിരുന്നെ കാണിക്കാമായിരുന്നു. മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ഹൗസ് ബോട്ടാണ് കേട്ടോ, വലിയ ഹൗസ് ബോട്ട് രണ്ടെണ്ണം. നമ്മൾ റോഡിൽ കൂടെ ഓടിക്കുന്നതിനേക്കാളും പാടാന്ന് തോന്നുന്നു വെള്ളത്തിൽ കൂടെ ബോട്ട് ഓടിക്കുകയാണ്. നമ്മുടെ ബോട്ട് ഇവിടുന്ന് വളച്ച് ഇതുവഴിയാണ് നമ്മൾ വന്നത്. ഇപ്പം ദേ ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ ഒരു ബോട്ട് ജെട്ടിൽ നിർത്താം. ഈ ബോട്ട് ജെട്ടിയുടെ പേരാണ് തൊട്ടാക്കാവ്. ഫൈബർ ബോട്ടാണ് ഈ കിടക്കുന്നത് കേട്ടോ, ഫൈബർ ബോട്ട്. വീടുകളൊക്കെ കണ്ടോ, ഈ തോടിനെക്കാട്ടിലും താഴ്ന്നിട്ടാണ് വീടുകളിരിക്കുന്നത്. ഒരു ബണ്ട് പോലെ കെട്ടി നിർത്തിയേക്കാണ് കേട്ടോ. മാമ്പുവൊക്കെ കാണാം. ഓരോ വീട്ടുകാർക്ക് ഇറങ്ങി പാത്രം കഴുകാനും തുണി അലക്കാനും ഒക്കെയുള്ള ചെറിയ ചെറിയ കടവ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തുണ്ടല്ലോ റൈറ്റ് സൈഡിലായിട്ട് നെൽപ്പാടങ്ങളൊക്കെ കാണാം. ഈ കനാല് കണ്ടോ, അതായത് നമ്മൾ പോകുന്ന ഈ തോടിൻ്റെ ഇതിനെക്കാട്ടിലും താഴ്ചയിലാണ് കണ്ടമുള്ളത്. എന്നിട്ട് പോലും അത്രയ്ക്ക് വെള്ളം അവിടെ ഇല്ല കേട്ടോ. ഈ ബണ്ടുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളത്. കുട്ടനാട്ടിൽ നമുക്ക് പലയിടത്തും ഇങ്ങനെയുള്ളത് കാണാൻ സാധിക്കേണ്ട. വെള്ളം എന്ത് ഹൈറ്റിലാണ് നിൽക്കുന്നത്, ഭൂമി എന്ത് താഴ്ചയിലാണ് നിൽക്കുന്നത് അറിയാം. ഇതുവഴി ശിക്കാർ വഞ്ചികളൊക്കെ തന്നെ പോകുന്ന കാഴ്ച നമുക്ക് കാണാം. കണ്ടേ ബണ്ടൊക്കെയാണ്, ഇതൊക്കെ പൊട്ടിയതൊക്കെ കെട്ടി വെച്ചേക്കുന്ന ഭാഗവും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ യാത്ര ഏറെ ഭംഗി നിറഞ്ഞതും രസമാണ്. നല്ല ക്ലൈമറ്റാണ്. വെള്ളത്തിലൂടെ പോകുമ്പോൾ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും. ഒരു സർക്കാർ ബോട്ട് വരുന്നുണ്ട് കണ്ടോ, അത് ഇരുമ്പിൻ്റെ ബോട്ടാണ് കേട്ടോ. അത് ആലപ്പുഴ നെടുമുടി നെടുമുടി പോയിട്ട് വരുന്ന ബോട്ടാണത്. അത് വേറെ ഒരു ടൈപ്പ് ഇരുമ്പിൻ്റെ ബോട്ടാണ് ആവശ്യം. ഏറ്റവും കൂടുതൽ യാത്രയ്ക്കാണ് ഈ ബോട്ടുകളൊക്കെ സർവീസ് നടത്തുന്നത്. അതായത് ഇവിടെയുള്ള പ്രദേശവാസികളെയൊക്കെ കൊണ്ട് യാത്ര നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബോട്ടുകളെല്ലാം തന്നെ സർവീസ് നടത്തുന്നത്. എന്നിരുന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെപ്പോലുള്ള ഒരുപാട് വെളിയിൽ നിന്ന് കേരളത്തിൻ്റെ വെളിയിൽ നിന്നുള്ള ഇവരൊക്കെ കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരാണ്. ഇവരെപ്പോലുള്ളവരും ഈ ബോട്ടിൽ യാത്ര നടത്തും. താരതമ്യേന ഹൗസ് ബോട്ടുകളെയൊക്കെ അപേക്ഷിച്ച് റേറ്റ് കുറവാണ് ഈ ബോട്ടിന്. വണ്ടി ഓഫ് ആയി. നമ്മുടെ ബോട്ടിൻ്റെ പ്രൊപ്പലറിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ പോളയോ എന്തെങ്കിലും കുടുങ്ങി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് ലാസ്കറന്മാരിൽ ഒരാൾ ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. മഴയും പെയ്തു കേട്ടോ, മഴയുണ്ട്. നോക്കിയേ കണ്ടോ, മഴയുണ്ട്. ഇതാണ് നമ്മൾ വന്ന ബോട്ട് കേട്ടോ. നമ്മൾ വന്ന സൂപ്പർ എക്സ്പ്രസ് ബോട്ടാണ്. ഇവിടെ എല്ലാം തന്നെ ഫൈബർ വള്ളങ്ങളും സാധാ കൊതുമ്പ് വള്ളങ്ങളും ഒക്കെ മെഹയുടെ എഞ്ചിനൊക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അത് കണ്ടോ, കയാക്കിങ്.
കയാക്കിങ് കഴിഞ്ഞ് വരുന്നുണ്ടോ? ഓ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഓ, തൊട്ടടുത്തായിട്ട് തന്നെ അത് ഉണ്ടോ, നമുക്ക് കാണാൻ സാധിക്കും. മഴ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, പക്ഷെ മഴ കിട്ടി. ഇനി ഈ ടാർപ്പെല്ലാം മൂടുമായിരിക്കും. ടാർപ്പയാണ് കേട്ടോ വിൻഡ് ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പുറത്ത് ഉണ്ടോ ഈ തോടിൻ്റെ ഹൈറ്റ് കണ്ടോ, ഭൂമിയുടെ താഴ്ച ഉണ്ടോ കണ്ടോ. ഇവിടെ നെല്ലാണ്, പുഞ്ചാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പുഞ്ച നല്ല ഭംഗിയാണ്. ഇതേ നോക്കിക്കേ, ചെറിയൊരു കോട മൂടിയതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. വലിയൊരു ഹൗസ് ബോട്ട് വരുന്നുണ്ട്. മഴയില്ലായിരുന്നു, അങ്ങോട്ട് ഇറങ്ങിപ്പോയി നോക്കാമായിരുന്നു നമുക്ക്. നമ്മുടെ ബോട്ടിൻ്റെ ഇരട്ടി വലിപ്പമുള്ള സാധനമാണ് ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എത്രയോ വലിപ്പമുണ്ടെന്ന് നോക്കിയേ ഹൗസ് ബോട്ടിന്. കണ്ടോ പോകുന്നുണ്ടോ? ഒരു ദിവസം ഞാൻ അതിനകത്ത് പോകും കേട്ടോ. എപ്പോഴെപ്പോഴും പറയുന്നത് ശരിയല്ലല്ലോ. അതിനകത്ത് വലിയ തുകയൊന്നും ആകത്തില്ലായിരിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ബോട്ട് എടുത്തിരിക്കണം കേട്ടോ. എല്ലാ പോളെല്ലാം മാറ്റി സെറ്റാക്കിയിട്ട് നമ്മൾ പോവുകയാണ്. ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്നു ചേരുകയും ചെയ്യും. മഴ പെയ്യുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മീനപ്പള്ളിക്കായൽ എന്ന് പറയുന്നത്. മീനപ്പള്ളിക്കായൽ അതിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ഇവിടെയാണെങ്കിൽ ബോട്ടൊക്കെ കുറവാണ്, ഹൗസ് ബോട്ട്, അതായത് ഹൗസ് ബോട്ടുകളൊക്കെ തന്നെ കുറവാണ്. പക്ഷെ ഇവിടെ സ്പീഡ് ബോട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ ദൂരെയായിട്ട് സ്പീഡ് ബോട്ട് അടിക്കുന്നുണ്ടോ ആണോ. മീനപ്പള്ളി ഇതെല്ലാം കിടക്കുന്നുണ്ട്. ഇത് പോച്ച വന്ന് അടിഞ്ഞേക്കാണ്, പാളയൊക്കെ അടിഞ്ഞ ഈ സ്പീഡ് ബോട്ട്. ഹൗസ് ബോട്ട് വലുത് തന്നെയാണ്. ഒരു മഞ്ഞ് കോട നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ നമ്മളിപ്പം ബാക്കിലോട്ട് വന്നേട്ടാ. ഇവിടെ എൻജിൻ്റെ സൗണ്ട് കാരണം കേൾക്കുന്നുണ്ടോയെന്ന് പോലും അറിയില്ല. ഇവിടെ വെള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇടാനുള്ള സാധനമൊക്കെ ഇരിപ്പുണ്ട്. മീൻ കൃഷി ഇതാണ് നമ്മൾ ഈ കാണുന്നത്. കായലിനകത്ത് മീൻ കൃഷി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു പക്ഷേ ഇത് കരിമീനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. പഴയ സിനിമയിലൊക്കെ കണ്ടേക്കുന്നുള്ള ബോട്ടാണ് നമ്മളുടെ ഫ്രണ്ടിൽ കൂടെ ഈ പോകുന്നത് അല്ലേ. ഒരു സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആക്ടിവിറ്റി ഒക്കെയുള്ള ഏരിയ ആണെന്ന് തോന്നുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ വഴികളുണ്ട്. ഈ പോളയൊക്കെ ഉണ്ടല്ലോ, പ്രൊപ്പല്ലറിനകത്ത് കയറി അടിക്കുന്നതും മണി കിട്ടുന്നതുമായ സാധനം. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ മറ്റേ മല, നമ്മളാ കണ്ടുണ്ടല്ലോ കൈനഗിരി ടെർമിനലാണ്. പക്ഷെ അത് ശരിക്കും കാണാൻ പറ്റില്ല, അപ്പുറത്തെ സൈഡായതുകൊണ്ട്. അവിടെ നമ്മുടെ ബോട്ട് നേരെ ഇങ്ങോട്ട് എടുത്ത്. ഇത് ജങ്കാറ് പോലത്തെ സംഭവം കേട്ടോ. ഇതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ ചെറിയൊരു ജങ്കാറ്. നമ്മുടെ മുമ്പിൽ ഓട്ടോ പോകുന്നുണ്ട് ഒരു പാലത്തെ കൂടെ. ഇങ്ങനെയുള്ള പാലങ്ങൾ നമുക്കുണ്ടല്ലോ കുട്ടനാട് മേഖലയിൽ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. വലിയ പാലങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ പാലങ്ങളെ നമുക്കതിൻ്റെ അടിയിലൂടെ പോകുമ്പോഴേ എത്രത്തോളം ചെറുതാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഓട്ടോയൊക്കെ പോകുന്ന രീതിയിൽ, ഒരു കാറൊക്കെ പോകുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം തന്നെ. അതേ നോക്കിക്കേ, വലിയ പാലമൊന്നുമല്ല കേട്ടോ, ചെറിയ പാലം. നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട്.
ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു പമ്പയാറിൽ എത്തിയിരിക്കുന്നത്. പമ്പ നദിയിലാണ് കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്, ബോട്ട് ഹൗസാണത്. കണ്ട, പണ്ടൊക്കെ ഇങ്ങനെയാണ് ബോട്ട് ഇട്ടിരുന്നത്. സെൻറ്റ് ജോസഫ് കൈനഗിരി എത്തിയിരിക്കുകയാണ് കേട്ടോ. കൈനഗിരി പള്ളി. ഇവിടെയും ബോട്ടുകളൊക്കെ ഉണ്ട്. സ്പീക്കറിൽ ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് പമ്പയാറിൻ്റെ അകത്തൂടെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെയാണല്ലോ വാഹനങ്ങളൊക്കെ തന്നെ വരും. ആ റോഡിൽ കൂടെ ഓട്ടോ പോകുന്ന കണ്ടല്ലേ. ഇവിടെ ഒരു ബോട്ട് കെട്ടിയിലേക്ക് നമ്മൾ അടുത്തിരിക്കണേ. SNDP ശാഖ ശതാബ്ദി സ്മാരകം കൈനഗിരി ബോട്ട് അടുത്തിരിക്കുകയാണ് നമ്മുടെ ഇവിടെ. നമ്മൾ മുമ്പേ ബ്രിഡ്ജ് കണ്ടില്ല, അതിൻ്റെ അടിയിൽ കൂടെ വന്നില്ല. അതുപോലത്തെ ഒരു ബ്രിഡ്ജാണ് നമ്മളിത് ഈ മുമ്പിലായിട്ട് കാണുന്നത്. ഇങ്ങനെയാണ് ബ്രിഡ്ജ് ഉണ്ടോ. ആ മുകളിൽ കൂടെ വാഹനങ്ങൾ കയറിപ്പോകാനുള്ള ഒരു വാഹനം, ഒരു കാറോ ഒരു ഓട്ടോയോ മാത്രം കയറിപ്പോകാനുള്ള ഒരു സ്പേസേ ഉള്ളൂ. താഴെയാണെങ്കിൽ ഒരു വള്ളത്തിന്, വലിയൊരു വള്ളത്തിന് പോകാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ മിക്ക പാലങ്ങളും ഒരുക്കിയിരിക്കുന്നത്. വലിയ വലിയ പാലങ്ങളുണ്ട്. പക്ഷേ കൈനഗിരി അപ്പുറത്തെ ഒരു വലിയ പാലമുണ്ടായിരുന്നു, ഞാനത് കാണിക്കാനായിട്ട് വിട്ടത്. ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഇവിടെ ഏറെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓളപ്പരപ്പുകളിൽ വീടുകൾ അടുത്തടുത്തായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കേരളത്തിന് വെളിയിൽ നിന്നും കേരളത്തിനകത്തു നിന്നും ഒക്കെ ഉള്ള ഒരുപാട് പേര് നമ്മുടെ കുട്ടനാടിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഈ കായലിലൂടെ, ഇത് നദിയാണ്, നമ്മുടെ പമ്പ നദിയാണ്. നദിയിലൂടെ ഒക്കെ തന്നെ ബോട്ടിൽ, ഹൗസ് ബോട്ടിലും നമ്മുടെ ഗവൺമെൻറ് ബോട്ടിലും ഒക്കെ തന്നെ വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ കൈനഗിരിയാണ് നമുക്ക് തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ ബോട്ട് കെട്ടി നമുക്ക് അവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ബോട്ട് തന്നെ കൈനഗിരി പഞ്ചായത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ജെട്ടിയിലാണ് നമ്മുടെ ബോട്ട് ഇപ്പം നിർത്തിയിരിക്കുന്നത്. അപ്പം നമ്മളിവിടുന്ന് എടുക്കും, ആളിറങ്ങും, ആളിനെ കയറ്റും, എടുക്കും. അങ്ങനെയാണ് സെറ്റപ്പാണ്. ആകാശം കാർമേഘങ്ങളായിട്ട് നിറഞ്ഞതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് ഈ വെള്ളത്തിലൂടെ പോകുമ്പോഴേ കിട്ടുന്നത്. നമ്മൾ സാധാരണ ഗതിയിൽ സഞ്ചരിക്കാൻ കിട്ടുമെന്നൊരു മൈൻഡേ അല്ല. ഇനി നമ്മൾ അവിടേക്ക് പോകണം. സ്കൂളിൻ്റെ അവിടുത്തെ ബോട്ട് കെട്ടിയിലേക്ക് നമ്മുടെ ബോട്ട് പോവുകയാണ്. ഇവിടുന്ന് ക്രോസ് അങ്ങോട്ട് വെക്കത്തേ. അതാണ് കൈനഗിരിയിലെ വലിയ പാലം. ഞാൻ കാണിക്കാൻ വിട്ടുപോയെന്ന് പറഞ്ഞില്ലേ, ആ പാലമാണ് നമ്മളാ കാണുന്നത്. സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ കൈനഗിരി 1916 സ്ഥാപിതമായ സ്കൂളാണ് കേട്ടോ. ഈ പമ്പ റിവറിനെക്കാട്ടിൽ എത്ര താഴെയാണ് സ്കൂൾ നിൽക്കുന്നത് നോക്കിയേ. അതാണ് സെൻറ്റ് മേരീസ് സ്കൂൾ കൈനഗിരി. സെൻറ്റ് മേരീസ് ബോയ്സ് ഹൈസ്കൂൾ ജെട്ടിയാണിത്. അവിടെ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. ഈ ബോട്ട് ജെട്ടിയാണ് ഇപ്പോഴും നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എനിക്ക് തോന്നുന്നു ഇവിടെ മത്സ്യകൃഷി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നെറ്റൊക്കെ ഇട്ടിട്ട് ഉള്ള പരിപാടിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെ നോക്കിക്കേ, അതെ, മത്സ്യകൃഷിയാണ്. കൈനഗിരി ഇറങ്ങേണ്ടവരെല്ലാം തന്നെ ഇവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഹൗസ് ബോട്ട് ജെട്ടി ഏതാണെന്ന് അറിയത്തില്ല, കാണാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ പോകാൻ ഇനിയും ഉണ്ട് സമയം. ഏകദേശം 12:45 കൂടി അവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. കായൽ പളപ്പിൽ കൂടെയുള്ള ഈ യാത്രയുണ്ടല്ലോ, അടിപൊളിയാണ്. വെറും 19 രൂപ ഒരാൾക്ക്. ആലപ്പുഴയിൽ നിന്ന് നെടുമുടിക്ക് വെറും 19 രൂപയ്ക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ KSRTC ബസ്സിൽ പോലും നമുക്ക് ഇത്ര ചീപ്പായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കത്തില്ലല്ലോ. അത്രയ്ക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്രയാണ് നമ്മളിന്ന് നടത്തിയിരിക്കുന്നത്, നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, എവിടെ തിരിഞ്ഞാലും ഈ കായൽ കാഴ്ചകളും ഹൗസ് ബോട്ടിൻ്റെ കാഴ്ചകളും തീരത്തുള്ള വീടിൻ്റെ കാഴ്ചകളും പച്ചിപ്പും ഹരിതാപയും ഒക്കെ തന്നെയാണ് കുട്ടനാട്ടിൽ നമുക്ക് എങ്ങും കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൂടാതെ കേരളനാട് എന്ന് പറയുന്ന പോലെ ഇഷ്ടത്തിന് തെങ്ങുകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുട്ടനാടിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കരപ്രദേശങ്ങളിലെ തെങ്ങുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. അവിടെ വരുമ്പോൾ തന്നെ നെൽകൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഇരുമ്പിൻ്റെ ബോട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അവിടെ ഇട്ടിട്ടുണ്ട്, ബോട്ട് കെട്ടിയിൽ അടുപ്പിച്ചിട്ടുണ്ട്. ചെക്കറാണെന്ന് തോന്നുന്നു, ചെക്കർ കയറിയിരിക്കുകയാണ് നമ്മുടെ വണ്ടിയിൽ.
ഒരു ഇരുമ്പിൻ്റെ ബോട്ടാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇത് ഹൈസ്കൂൾ ജെട്ടിയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ. ഇത് ചെക്കറാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ടിക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ ചെക്കറാണോ. ബസ്സിൽ ബോർഡിലും ഒക്കെ തന്നെ ചെക്കറുണ്ട്. ഇവിടെ കാണുന്നത് ഇപ്പോൾ ഈ സൈഡിലെ ഒരു ബോട്ട് ജെട്ടിയെങ്കിൽ അപ്പുറത്തെ സൈഡിലായിരിക്കും മറ്റത്. അപ്പം നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകും, പിന്നെ അവിടുന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരും. അങ്ങനെ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ് ബോട്ട് ജെട്ടികൾ. പക്ഷെ എല്ലായിടത്തും ഇവർ നിർത്തുകയും എടുക്കുക, ആളിറങ്ങാനുള്ളിടത്ത് എല്ലാം നിർത്തുകയും ആൾ കയറാനുള്ളവരെല്ലാം കയറ്റിക്കൊണ്ടുമാണ് പോകുന്നത് കേട്ടോ. നല്ല ക്ഷമ വേണം ബോട്ട് ഓടിക്കാനെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരു കൂറ്റനൊരു ഹൗസ് ബോട്ട് വരുന്നുണ്ടോ, അത്ര ഭംഗിയാണ്. ഇത് നമ്മുടെ പമ്പ നദിയിലൂടെ വരുന്നത് കാണാൻ. ഇത് കായല്ല കേട്ടോ, പമ്പയാണ്. പമ്പ നദിയിലൂടെ വരുന്നത് കാണാനായിട്ട് ഭംഗിയല്ലേ, നോക്കിക്കേ. നമ്മൾ ഈ ഭാഗത്തോട്ട് വരുമ്പോഴേ ഓൺ അടിക്കുന്ന വണ്ടി, അപ്പോൾ വണ്ടിയിലെ ബോട്ട് ഓൺ അടിക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഈ സൈഡ് മൊത്തം നമുക്ക് വീടുകൾ കാണാൻ സാധിക്കും. ഇരു സൈഡുകളിലായിട്ടും നല്ല പോലെ തന്നെ വീടുകൾ കാണാൻ സാധിക്കും. ബോട്ട് ഓൺ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ടാവും, അത് മാറിപ്പോകാനായിരിക്കാം ഹോൺ അടിച്ചേക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഹൗസ് ബോട്ടാണ്, നല്ല സ്പീഡിലാണ് അവൻ പോകുന്നത്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് വലത്തോട്ട് കയറിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇനി എങ്ങോട്ടാണ്, പമ്പയാറാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും വലത്തോട്ടാണ് കയറി പോകുമ്പോഴും കാഴ്ചകൾക്ക് ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ നമുക്ക് ട്രഡീഷണലായിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇതൊക്കെ ഇപ്പം കോട്ടേജുകളായിരിക്കാം, ഹോംസ് കോട്ടേജൊക്കെ ആയിരിക്കാം. ഇവിടെ ഹൗസ് ബോട്ടുകളൊക്കെ തന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതായിരിക്കും. ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ കൈനഗിരി കാവാലം, അതായത് നമ്മുടെ കുട്ടനാടെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും കണ്ടില്ലെങ്കിൽ അതിശയിക്കേണ്ട കാര്യം തന്നെ ഒന്നുമില്ലല്ലേ. ഇതേ നോക്കിയേ, എന്ത് വിശാലമായി കിടക്കുന്നത്. നമ്മൾ ആ കാണുന്നത് നമ്മുടെ AC റോഡാണ്. ഇവിടെ AC റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. AC റോഡ്, അതെ ഞാൻ പറഞ്ഞത് ശരിയാണ്. ആ കാണുന്നത് നമ്മുടെ AC റോഡാണ്. ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡാണ് നമ്മളിത് ഈ കാണുന്നത്. നമ്മളപ്പം നെടുമുടിയിലോട്ട് എത്തിയിരിക്കണം. നെടുമുടിയെ പറ്റി പറയുമ്പോൾ നെടുമുടി വേണുവിനെ പറ്റിയും പറയണം കേട്ടോ. അതെ, ഇപ്പം നമ്മൾ നെടുമുടി അടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു KSRTC ബസ് ഫാസ്റ്റ് പോകുന്നു. അത് ഉറപ്പായിട്ടും ചങ്ങനാശ്ശേരി ടച്ച് ചെയ്ത് പോകുന്ന ബസ്സായിരുന്നു. അങ്ങനെ നമ്മളെ ഇത് അവിടെയാണ് തോന്നുന്നു നെടുമുടി ജെട്ടി വരുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അവിടെയാണ് അവസാനിക്കുന്നത് നമ്മളെ യാത്ര. നമ്മുടെ ബോട്ടിന് ഇവിടുന്ന് U-ടേൺ അടിക്കാം. U-ടേൺ അടിച്ചിട്ട് അവിടെ പോയി അടുക്കും. AC റോഡാണ് കേട്ടോ ഈ കാണുന്നത്. പാലത്തിൻ്റെ അടിവശം കണ്ടോ, മോളിൽ കൂടെ പോകുമ്പോൾ ഇത്രയും ഭീകരത ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വളയും കണ്ട. നമ്മൾ പാലത്തെ പോകുമ്പം ആ പാലത്തെ കൂടെ പോകുമ്പോൾ ഇത് കാണാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ബസ്സിലൊക്കെ ആണെങ്കിൽ. അതെ, ബോട്ട് ജെട്ടിയിലാണ് നമ്മളിത് വന്നിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് പോലെ തന്നെ, ബസ് സ്റ്റാൻഡ് എന്നൊക്കെയല്ലേ ബസ് കയറുന്ന സ്ഥലത്തിന്, അല്ലെങ്കിൽ ബസ് സ്റ്റേഷനൊക്കെ പറയുന്നത്, ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റേഷൻ എന്നൊക്കെ. ബോട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലത്തിന് ബോട്ട് ജെട്ടി എന്നാണ് പറയുന്നത്. അറിയാത്തവർക്കായി മാത്രം പറഞ്ഞതാണ്. നമ്മുടെ ബോട്ട് ഇവിടെ വരെയുള്ളൂ, എല്ലാവരും തന്നെ ഇറങ്ങുകയാണ്. നമ്മളും ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ.
ഇതേ തന്നെ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകുന്നവരും ഉണ്ട്. ബോട്ട് ഓഫായി. ഇനി 2:15 നമ്മുടെ ബോട്ട് ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് കിടക്കത്തുള്ളൂ. വേറെ ഏതോ വഴിയാണ് ഇവർ പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. നല്ലൊരു സ്റ്റേഷനാണ് കേട്ടോ, ചെറിയ ഒരു ബോട്ട് സ്റ്റേഷൻ, ബോട്ട് ജെട്ടി. അപ്പോഴിനി നമുക്ക് AC റോഡിൽ കയറിയിട്ട് ചങ്ങനാശ്ശേരിക്ക് വണ്ടി പിടിക്കാം. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മുടെ ഇതായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ കുട്ടനാട് കറങ്ങാവുന്നത്. ഇതുപോലെ ഒരുപാട് സർവീസുകൾ കുട്ടനാട്ടിൽ ആലപ്പുഴയിൽ നിന്ന് കുട്ടനാടിൻ്റെ പല മേഖലകളിലേക്ക് ബോട്ട് സർവീസുകളെല്ലാം തന്നെ കേരള സർക്കാർ ജലഗതാഗത വകുപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ ഇനി നമുക്ക് തുടർന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ജെട്ടിയുടെ ശോചനീയ അവസ്ഥ നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ. മലിനമായ സാഹചര്യം, ഇവിടെല്ലാം വെള്ളം കെട്ടിക്കിടക്കുക. കുട്ടനാടാകുമ്പം വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നത് സർവ്വസാധാരണമാണല്ലോ. ഇതേ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതുവഴി നേരെ നമുക്ക് റോഡിലോട്ട് കയറാനായിട്ട് സാധിക്കും. ഇതേ നമ്മൾ വന്ന ബോട്ട് ഇറങ്ങി ഇതേ ഞങ്ങൾ റോഡിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡാണ് ഇത് ബസ് സ്റ്റോപ്പാണ് കേട്ടോ. നമ്മൾ ബോട്ട് ഇറങ്ങി ഇതേ ഈ റോഡിൽ കൂടെ നടന്നിട്ടാണ് നമ്മൾ സ്റ്റോപ്പിലോട്ട് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിയും ഒക്കെ തന്നെ ബസ് ധാരാളമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ പോകുന്നത് ചങ്ങനാശ്ശേരിയിലേക്കാണ്.